ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഇങ്ങനൊരു വീഡിയോ ഇടാനുള്ള കാരണം, മിക്ക ദിവസവും ഒരുപാട് ആൾക്കാർ വിളിച്ച് ചില സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഒരു വീട്ടിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ ശബരിമല ദർശനം നടത്താൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് മിക്ക ദിവസവും ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നത്. അതുകൊണ്ട് അതിന് ഒരു മറുപടി എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ഇടുന്നത്. യാതൊരുവിധ തെറ്റുമില്ല. 10 ദിവസം പുലയാചരിച്ച് ക്ഷേത്ര ദർശനം നടത്താം. പഴയ കാലഘട്ടത്തിൽ ചില ജാതീയ സമ്പ്രദായം അല്ലെങ്കിൽ ഗോത്ര കുലാചാര സമ്പ്രദായമൊക്കെ 10-20 ദിവസമൊക്കെ പുലാചരിച്ച് പോകുന്നു, ക്ഷേത്ര ദർശനം പാടില്ല എന്നൊക്കെ പണ്ടുള്ള ആൾക്കാരങ്ങനെ പറയുന്നുണ്ട്. ഗ്രന്ഥം അനുമാനിക്കുന്നില്ല. സമസ്ത ഗ്രന്ഥത്തിലില്ലാത്ത കാര്യത്തെ വലിച്ചെടുക്കേണ്ട കാര്യമില്ല. യാതൊരു പ്രശ്നങ്ങളുമില്ല. ഒരാൾ മൃതീഭവിച്ചു കഴിഞ്ഞാൽ ആ മൃതൻ്റെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ദശഗാത്ര ബലി കൂട്ടിയതിന് ശേഷം 11ാമത്തെ ദിവസം പഞ്ചഗവ്യകൃതം സേവിച്ച് ധനഞ്ജയന് മോക്ഷം വരുത്തി പുണ്യാഹം തെളിച്ച് ശുദ്ധി വരുത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഏത് മഹാക്ഷേത്രത്തിൽ വേണമെങ്കിലും ദർശനം നടത്താം. യാതൊരു പ്രശ്നങ്ങളും അയാൾക്ക് വരുവാനില്ല. അപ്പോൾ ഇവിടെ നോക്കുക, അങ്കിരസ്മൃതി എന്ന ഗ്രന്ഥം പറയുന്നത് സർവേഷാമേവ വർണ്ണാംസൂത കേമൃത കേധാത ദശേഹ എന്ന് തുടങ്ങുന്ന ആ പ്രമാണത്തിൽ വ്യക്തമായി പറയുന്നു 10 ദിവസം. ഇനി നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ദേവലസ്മൃതി എന്താ പറയുന്നത് നോക്കാം. അശൗചം ദശരാത്രേന്ദു സർവേഷാമ പരേ വിദൂഹ നിധേന പ്രസവേച്ഛൈവ പശ്യന്ത കർമ്മണാക്ഷയം. ദേവലസ്മൃതി 10 ദിവസം പറയുന്നത്. അപ്പോൾ ഗ്രന്ഥങ്ങൾ, മഹാഗ്രന്ഥങ്ങൾ യാതൊന്നും പറയുന്നില്ല. ഇത് ചെറിയൊരു വ്യത്യാസമുള്ളത് ഇത്രയേ ഉള്ളൂ. പല്ല് മുളക്കാത്ത കുട്ടിയാണ് മരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പുളിച്ചാൽ പുല കഴിയും. ഇനി 1.5 വയസ്സുള്ള കുട്ടിയാണ് മരിക്കുന്നതെങ്കിൽ ഒരു രാത്രി പുല ആചരിക്കണം. ഇനി ഇങ്ങോട്ട് നേരെ വന്ന് 1.5 എന്നുള്ളത് ഒരു 16 വയസ്സ് കഴിഞ്ഞ് ആൺകുട്ടിയാണെങ്കിലും രജസ്വല ആകാത്ത പെൺകുട്ടി മരിച്ചാലും 3 ദിവസം പുല ആചരിച്ചാൽ മതി. ബാക്കിയൊക്കെ 10 ദിവസം. ഏവർക്കും എപ്പോൾ വേണമെങ്കിലും പോകാം. യാതൊരുവിധ വിഷയങ്ങളും ഇല്ല. നന്മ വരട്ടെ എല്ലാവർക്കും.